എന്തൊരു കഷ്ടമാണ് കേരളത്തിന്റെ അവസ്ഥ. കാരണം പത്തനംതിട്ടയിലുള്ള ഒരു ക്രൈസ്തവ പെൺകുട്ടിയെ മതം മാറ്റി ആ പെൺകുട്ടിയുടെ ആദ്യ കല്യാണത്തിലെ കുട്ടിയെ IS കടത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒരു ജിഹാദിക്കെതിരെയും ആ പെൺകുട്ടിക്കെതിരെയും നിലവിൽ വെഞ്ഞാറമൂട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. എന്നെയും വിവരങ്ങൾ ശേഖരിച്ചു. അങ്ങനെ ഭീകരവാദികൾ കേരളത്തിന്റെ ഓരോ വീട്ടുമുറ്റത്തും എത്തിച്ചേർന്നിരിക്കുകയാണല്ലേ. ലവ് ജിഹാദ് തുടങ്ങിയ സമയത്ത് ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യാനി പെൺകുട്ടികളെയും ഇവരെ മതം മാറ്റി അവരെ വിവാഹം ചെയ്യല്ല ചെയ്തത്. അവരെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരെ വിദേശത്തേക്ക് കടത്തി, അവരാട് മേയ്ക്കാൻ കൊണ്ടുപോയി, അവർ നശിപ്പിച്ചു, ഭീകര സംഘത്തിൽപ്പെടുത്തി. ഇത് വ്യാപകമായി കേരളത്തിൽ നടന്നു. മതം മാറ്റ കേന്ദ്രങ്ങളിൽ എത്തിച്ചതിൻ്റെ പ്രവർത്തനം നടത്തി. ഇതേ പത്തനംതിട്ട ജില്ലയിൽ MBAക്ക് പഠിച്ചിരുന്ന വിദ്യാർത്ഥിനികളെ കൊണ്ടുപോയ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അന്നത് പുറത്ത് പറഞ്ഞ് അതിനെക്കുറിച്ച് ലേഖനം എഴുതിയതിൻ്റെ പേരിൽ ഇവിടുത്തെ ഒരു പത്രത്തിനെതിരായ ജിഹാദികൾ വൻ പ്രശ്നങ്ങളുണ്ടാക്കി, കലാകൗമുദിക്കെതിരായിട്ട്. അന്നുണ്ടായിരുന്ന ജഡ്ജി ഈ കുട്ടികളുടെ മൊഴിയെടുത്തു. അദ്ദേഹം പുറത്ത് പറഞ്ഞു, നിരവധി ആൾക്കാരെ മതം മാറ്റിക്കഴിഞ്ഞു, മതം മാറ്റിയിട്ട് ഭീകരവാദികളുടെ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചു. ഇത് അവസാനിക്കുകയായിരുന്നില്ല, തുടർക്കഥയായിരുന്നു. ധാരാളം ആൾക്കാർ ഏതൊക്കെ തരത്തിലാണ്, നമ്മൾ അതിലേക്കും കൂടി കുറച്ച് പോകണം. ഇതിൽ നിന്നിട്ട് ജ്യൂസ് കടകൾ, മൊബൈൽ കടകൾ, ഇതെല്ലാം പെൺകുട്ടികൾ സാധാരണ പോകുന്ന സ്ഥലത്താണ്. അവിടെ പോകുന്ന സമയത്ത് അവിടെ വളരെ രഹസ്യമായിട്ട് ഒരു നമ്പർ ശേഖരിക്കുന്നു. ആ നമ്പറിൽ കൂടി വിളിച്ചിട്ട് അവരെ പിന്നീട് മെല്ലെ 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 പ്രേമം നടിക്കുന്നു. എത്ര പറഞ്ഞാലും മനസ്സിലായി. ഇത് അങ്ങനെയല്ല. ഈ കേസ് വന്നിട്ട് ഇതിന്റെ അതെ പത്തനംതിട്ട ബന്ധം, പിന്നീട് UK ബന്ധം, വെഞ്ഞാറമൂട് ബന്ധം ഇതിന്റെ ഭാഗമാണ്. അല്ല, ഇങ്ങനെ ആക്കിക്കൊണ്ടായിരുന്നു ചെയ്തിരുന്നെങ്കിൽ പിന്നീട് അത് എവിടം വരെ എത്തി? ഡൈവേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളിലേക്ക് എത്തി. അതിൽ പറ്റാൽ ഒരു പടിക്ക് 2 or 3 പക്ഷികളാണ്. കാരണം ഈ ഡൈവേഴ്സ് ആയുള്ള ആൾക്കാരുടെ മക്കൾ മിക്കവാറും ഈ സ്ത്രീയുടെ കൂടെയായിരിക്കും ഉണ്ടാകുക ചെറുപ്പത്തിൽ. അപ്പോൾ ഇവരെ കിട്ടുന്ന സമയത്ത് മക്കളെയും കൂടി കിട്ടും. ഇത് തന്നെയാണ് ഈ സ്ഥലത്ത് നിന്ന് പോയിട്ട് അവരെ എവിടെ വെച്ചിട്ട് UK എന്നായി. UK നിന്ന് അതും ജിഹാദ് തന്നെയാണോ നടന്നത്. ഇവിടെ നിന്ന് പകരം അവിടെ വെച്ചിട്ടായി. ഇവിടെ വന്നിട്ട് എന്ത് കിട്ടി? ഒരു ആൺകുട്ടിയെ കൂടി കിട്ടി. അവനാകെ 16 വയസ്സേ ഉള്ളൂ. അവൻ എന്താണ് പഠിപ്പിച്ചത്? ISIയെ കുറിച്ചിട്ട്. ആ കാര്യങ്ങൾ പഠിപ്പിക്കാനായി UK നിങ്ങൾ കേരളത്തിലെത്തി. അതെ. അപ്പോൾ നേരെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് എന്തോ അവൻ്റെ സ്വഭാവത്തിലെ, അവൻ്റെ ജീവിത രീതിയിലെ ഇതിലെല്ലാം വ്യത്യാസം കണ്ട സമയത്ത് അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ വേറൊന്ന് പറയണം. ആദ്യം പെൺകുട്ടികളെ എന്ത് ചെയ്തിരുന്നത്? പെൺകുട്ടികളെ ആദ്യം ഇതൊക്കെ പഠിപ്പിച്ചിട്ട് മെല്ലെ 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 വീട്ടുകാർ പോലും അറിയാതെ ഹോസ്റ്റലിൽ വെച്ചിട്ട് അവർ ഡ്രസ്സിൽ മാറ്റം വരുത്തി, അവരെ ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തി, അവരെ കൊണ്ട് വ്രതം നടത്താൻ തുടങ്ങി, നോമ്പ് നോൽക്കാന്നൊക്കെയുള്ള. അവരെ മെല്ലെ ഖുർആൻ പഠിപ്പിച്ചു. പിന്നെ അവർക്ക് ഹിന്ദുക്കളെ കുറിച്ചിട്ട്, ക്രിസ്ത്യാനികളെ കുറിച്ചിട്ട്, അവരുടെ ദൈവവിശ്വാസത്തെ കുറിച്ചിട്ട് മുഴുവൻ ഒരു നികൃഷ്ട മനോഭാവത്തോടെ കണ്ടു. ഇതേ സംഗതി തന്നെയാണ് ഈ കുട്ടിയിൽ ഉണ്ടായ കാര്യം. ഇത് ആൺകുട്ടിയാണെന്ന് മാത്രം. അപ്പോൾ ഇതും ഇപ്പം തുടങ്ങിയതല്ല. അല്ല, ആൺകുട്ടി മാത്രമല്ല, അമ്മയെ ആദ്യം മതം മാറ്റി. അതെ, അമ്മയെ മതം മാറ്റിയ ശേഷം മകനെ തീവ്രവാദിയാക്കി അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതും ഇപ്പം തുടങ്ങിയതല്ല. നമ്മൾ വിചാരിച്ചു ലവ് ജിഹാദ്. അല്ല, ഇതിൽ നാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഈ മതം പഠിപ്പിക്കാൻ വിട്ട സ്ഥലത്തെ ഉള്ളവരാണ് ഈ കുട്ടിയുടെ മാറ്റം കണ്ട്. അതെ, അത് അമ്മയുടെ നാട്ടിൽ അറിയാം. വിരലിൽ എണ്ണാവുന്ന 1-2 സ്ഥലത്തേക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒരു നല്ല ആള് ആ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഉള്ളിലാകും എന്ന് ചിന്തിച്ചുകൊണ്ട്, നല്ല ചിന്താഗതിയല്ല, ഉള്ളിലാകും എന്ന് ചിന്തിച്ചുകൊണ്ട് അമ്മയുടെ നാട്ടിൽ അമ്മയുടെ ആൾക്കാർ അത്രയേ ഉള്ളൂ. ഇതിപ്പം തുടങ്ങിയതല്ല. ഇതും ആൺകുട്ടികളുടെ കാര്യം. നമ്മളെ ഇത്തരം രീതിയിൽ പെട്ടുപോയ ചില ആൾക്കാരെ രക്ഷിച്ച ചില സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളുമുണ്ട്. ആ ആൺകുട്ടികൾ അവരെന്തൊക്കെ ചെയ്തിട്ടാ
ഈ ISI പോലുള്ള ആൾക്കാരുടെ രീതികൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവർ ജനങ്ങളുടെ മുമ്പിൽ അവർ ഇമ്മോറലാണെന്ന് സ്ഥാപിക്കുന്നു മനഃപൂർവ്വം. ഇമ്മോറലിനെ സംബന്ധിച്ച് ജനങ്ങൾ ഇവർ വെറുക്കും. ജനങ്ങൾ വെറുക്കുന്ന സമയത്ത് ഇവർക്ക് പോകാൻ സ്ഥലമില്ലാതെയാവും. ആ സ്ഥലമില്ലാതെയാകുന്ന സമയത്ത് അവരെ ഈ ഭീകരവാദികൾ കയ്യിലെടുക്കുന്നു. പിന്നെ അവരുപയോഗിക്കുന്ന മുഴുവൻ ഭീകരപ്രവർത്തനത്തിനാണ്. ഭീകരപ്രവർത്തനത്തിനും ഈ ഹിന്ദു യുവ നശീകരണ പ്രവർത്തനത്തിനും. ഹിന്ദു യുവ നശീകരണ പ്രവർത്തനം, അതിൽ വിദ്യാർത്ഥികളുണ്ട്, യുവാക്കന്മാരുണ്ട്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല, തങ്ങളെ ലക്ഷ്യമിട്ട് ജിഹാദികൾ ഉണ്ടെന്ന് എന്തുകൊണ്ട് ഈ ഹിന്ദുക്കളും ക്രൈസ്തവരും തിരിച്ചറിയുന്നില്ല? കാരണം ചൂണ്ടയുമായി കാത്തിരിക്കുകയാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പിടികൂടാനായി ജിഹാദികൾ. തുടർച്ചയായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? അശ്രദ്ധ, അതേ പറയാനുള്ളത്. അവനവൻ്റെ അശ്രദ്ധ ഒന്നോ രണ്ടോ സംഭവം, ഇത് തുടർച്ചയാണ്. അവനവൻ്റെ രീതിയെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിയേക്കാൾ കൂടുതൽ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾക്കാണല്ലോ മതബോധമില്ലാത്തത്, സ്വാർത്ഥത കൂടുതലുള്ളത് ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തിനാണ്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ പുതിയ വഴി തേടിപ്പോകുന്ന ആൾക്കാർ, ആ തേടിപ്പോകുന്ന ആൾക്കാരെ ഫാഷൻ്റെ പേരിൽ, പരിഷ്കാരത്തിൻ്റെ പേരിൽ ഏത് വിധത്തിലും പാട്ടിലാക്കാൻ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വരുന്നത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ജാഗ്രത പാലിക്കണം. ജിഹാദികളോട് മിണ്ടുമ്പോഴും അവരോട് ഇടപഴകുമ്പോഴും. അവരോട് ജിഹാദികൾ മാത്രമല്ല, ഞാൻ പറയുമ്പം നമ്മൾ സ്ഥിരം പറയാറുണ്ട് എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല. പക്ഷെ ഭീകരവാദികൾ മുഴുവൻ മുസ്ലിങ്ങളാണ്. ഇതൊരു പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നടന്ന ഭീകരപ്രവർത്തനത്തിനെതിരായിട്ട് ഏതെങ്കിലും മുസ്ലിം പുരോഗമനീയമായിട്ടുള്ള മുസ്ലിങ്ങൾ പോലും പ്രതികരിച്ചിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നില്ല. വിരലിലെണ്ണാവുന്ന 1-2 പേരുണ്ടാവും. എന്താ കാരണം? മറ്റുള്ള ഭാരതത്തിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ പോലും ഇവിടെ പ്രകടനവും പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന ആൾക്കാർ ആരും തന്നെ ഇതിന് പ്രതികരിക്കാറില്ല. അപ്പം ഇവരെ ഇസ്ലാമിസ്റ്റുകളാക്കിക്കൊണ്ട് ഇവരെ ഭീകരപ്രവർത്തനം നടത്താൻ വേണ്ടി വൻ പ്രവർത്തനം തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രത ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ നടത്തേണ്ടതാണ്. ജാഗ്രത ആയിരിക്കണം. ക്രിസ്ത്യാനിയൊക്കെ പദ്ധതികളുണ്ട്. അവർക്ക് ഞായറാഴ്ച ചർച്ചിൽ പോകണം, അവിടുത്തെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യാറുണ്ട്, അവരെങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഹിന്ദുക്കളിടയിൽ അതുണ്ടോ? അപ്പോൾ ഹിന്ദുക്കളാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. ഓരോ ക്ഷേത്രങ്ങളും ജാഗ്രതാ കേന്ദ്രങ്ങൾ, സേവാ കേന്ദ്രങ്ങളാക്കണം എന്ന് പറയും പോലെ ജാഗ്രതാ കേന്ദ്രങ്ങളിലൂടെ ആക്കണം. ഈ ദേവസ്വം ബോർഡിനെതിരായിട്ട് മാത്രം ചിന്തിച്ച പ്രവർത്തനത്തിന് വേണ്ടി മാത്രമല്ല. എന്തായാലും ഈ കേസ് അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം നമ്മുടെ പോലീസ് UAP പ്രകാരം കേസെടുത്തിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ ആരൊക്കെ കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് എടുത്തേ പറ്റൂ. പിന്നെ അത് അത്രയും പബ്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ എടുക്കാതിരിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങളുടെ മതപഠന കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് ഈ കുട്ടിയെ അമ്മയുടെ വീട്ടിലേക്ക് ആക്കിയത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ അനുകൂലമായുള്ളൊരു അവസ്ഥ വന്നു. പോലീസ് കേസെടുത്തു. ഇനി ഇതിൻ്റെ പിന്നാലെ ഇനിയിപ്പം മറ്റുള്ള കേന്ദ്ര ഏജൻസി വരികയല്ലോ ഇതിനെ സംബന്ധിച്ച് അന്വേഷണത്തിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പാണ്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട ഇതായി മാറും. അപ്പോൾ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം എല്ലാം തെരഞ്ഞെടുപ്പിനെയും കൂടി മുന്നേ കണ്ടുകൊണ്ടുള്ള കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. അത് അന്വേഷണമാണെങ്കിലും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെയല്ല, ഞങ്ങൾ തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി നടപടി എടുക്കുന്നുണ്ട്. നാം ഈ അവലും മലരും മുദ്രാവാക്യം കണ്ടു. അതൊരു കുഞ്ഞ് ബാലനായിരുന്നു. ഇപ്പോൾ ഇതൊരു 16കാരനാണ്. ഈ 16കാരനെ എന്തിനാണ് വളർത്തുന്നത്? പൊട്ടിത്തെറിച്ച് ചാവാനാണ്. അപ്പോൾ കേരളവും അതോടൊപ്പം തന്നെ ഇന്ത്യയും ഭീകരവാദികളുടെ താവളമായി മാറിയിട്ടുണ്ടോ? ഉറപ്പാണല്ലോ. അല്ല, അത് അപ്പോഴേക്കും ഇത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയുമില്ലേ? കാരണം ഇത്തരക്കാർക്ക് നിരന്തരം ഇവിടെ വന്ന് പ്രവർത്തിക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടാനുമുള്ള ഒരു അവസരമായി നാം കണ്ടതാണ്. ഡോക്ടർമാർ ഉൾപ്പെടെയാണ് അവിടെ പൊട്ടിത്തെറിച്ച് ചാവുന്നത്. കേന്ദ്ര ഏജൻസി കാര്യമായിട്ട് ഇടപെടും. പക്ഷേ സംസ്ഥാന ഏജൻസിയും കൂടി ഉണ്ടാകണം ആ കൂട്ടത്തിൽ. കേന്ദ്ര ഏജൻസി ഹരിയാനയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ഭീകരവാദി പഠിച്ചതും വളർന്നതുമെല്ലാം. അതെ. അപ്പോൾ കേന്ദ്ര ഏജൻസികളും അവിടെ ഭരിക്കുന്ന BJP സർക്കാർ പരാജയമായിട്ട് തന്നെ സമ്മതിച്ചേ പറ്റൂ. കാരണം അവരുടെ ഇതിൽ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതൊരു പരാജയമല്ലേ? അതും ഇത്രയും കാലങ്ങളായിട്ട്
ഒരു സർവകലാശാലയിൽ വെച്ച് നടത്തുന്ന സമയത്ത് ചിന്തിക്കേണ്ടതല്ലേ? അവർക്ക് മേധാവിത്വമുള്ള സ്ഥലങ്ങൾ നടത്താൻ ശ്രദ്ധിക്കേണ്ടതല്ലേ? ആ ശ്രദ്ധ പോയിട്ടില്ല. ഇത് തന്നെയാണ് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാലും. പക്ഷേ കേരളത്തിലെ കേന്ദ്രങ്ങൾ വെറും അവിടെ മാത്രമല്ല, അവരുടേതായുള്ള ചില കേന്ദ്രങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ വെഞ്ഞാറമൂട് പോലെ തന്നെ വെമ്പായം, അവിടെ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അഴീക്കോട് എന്നുള്ള സ്ഥലങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. തിരുവനന്തപുരത്തുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൻ്റെ അടുത്തുണ്ട്, കണ്ണൂർ പോയാലുണ്ട്. ഇങ്ങനത്തെ എല്ലാ സ്ഥലത്തും ഈ അഴീക്കോടുകൾ മുഴുവൻ ഇത്തരം കേന്ദ്രങ്ങളാണ്. ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് പഠിക്കാൻ പോയാൽ അറിയാം. തിരുവനന്തപുരത്ത് തന്നെ തൊളിക്കോട് എന്ന് പറഞ്ഞൊരു പഞ്ചായത്ത് തന്നെയുണ്ട്. ആ പഞ്ചായത്തിൽ ഒരു പ്രത്യേക പ്രദേശം മുഴുവൻ ഇത്തരം വിദ്രോഹ പ്രവർത്തനങ്ങൾ. ഇങ്ങനത്തെ കേരളത്തിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂർ, മുടിക്കൽ, പിന്നെ തോട്ടുവ, ഇങ്ങനത്തെ സ്ഥലങ്ങൾ മുഴുവൻ. പിന്നെ വടക്കോട്ട് പോയാൽ പിന്നെ പറയാനുമില്ലല്ലോ. അപ്പം കേരളം ഇതിനെല്ലാം ഇന്ന് അവർക്ക് വേദി ഒരുക്കി കൊടുക്കുകയും അവരെ സഹായിക്കുകയും അവരോടൊപ്പം സഹകരിക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് സ്ഥാപനങ്ങൾ. അവർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അവർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരുമാണല്ലോ കേരളത്തിൻ്റെത്. കേരളം, കർണാടക, തമിഴ്നാട്, ഈ സർക്കാരുകൾ മുഴുവൻ അവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് സർക്കാരിൻ്റെ എന്താ പറയുക, പിന്തുണയോടുകൂടി നടത്തുന്ന ഭീകരപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പോലും ഈ തെറ്റുണ്ടാകില്ല. കുട്ടികളെ ഉപയോഗിച്ചിരുന്നെങ്കിൽ, അത് പഠിപ്പിച്ചെങ്കിൽ ഇന്ന് യുവാക്കന്മാരെ കൊണ്ട് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദു, ക്രിസ്ത്യൻ എല്ലാവരും ജാഗ്രത, അതോടൊപ്പം തന്നെ പൊതുജനം ജാഗ്രത ഉണ്ടാകണം. അല്ലെങ്കിൽ മരണപ്പെട്ട ആരാ മരിക്കുന്നത്? എല്ലാവരും ഉണ്ടാവുക, കൂട്ടത്തിൽ മുസ്ലിമും ഉണ്ടാവും. അതുകൊണ്ട് ജാഗ്രതയാണ് ഏറ്റവും വേണ്ടത്. കാണുന്ന സംഗതികൾ ഒളിച്ചു വയ്ക്കാതെ വേണ്ട ആൾക്കാരെ അറിയിക്കണം. മൗനം പാലിക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.